ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വളരെ എക്സ്പെക്റ്റ് ചെയ്തൊരു പടം കൽക്കി റിലീസായിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഒരു റിവ്യൂവർ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. റിവ്യൂ ഒന്നും നോക്കാതെ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിലേക്ക് വിട്ടോ. പടം ഗംഭീര പടമാണ്. മസ്റ്റ് വാച്ച് പടം എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ സിനിമയുടെ പീക്ക്, ഇതുവരെയുള്ള ഇന്ത്യൻ സിനിമയുടെ പീക്ക് വണ്ടർഫുൾ തിയേറ്റർ മെറ്റീരിയൽ എന്ന് പറയാവുന്ന ഒരു സംഭവം തന്നെയാണ് കൽക്കി. എടുത്തു പറയേണ്ടത് നാഗോഷിൻ ബ്രോ, യു ആർ ഗ്രേറ്റ്. ബഡ്ജറ്റ് അധികം ഉണ്ടെങ്കിലും ബഡ്ജറ്റ് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. വളരെ വളരെ ഗംഭീരമായിട്ട് പ്രേക്ഷകന് കൊടുത്ത കാശ് മുതലാവുക എന്ന് പറയില്ല, അത് തന്നെയാണ് കൽക്കി എന്ന പടം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ, അത് ഉറപ്പ് തരുന്നു. മസ്റ്റ് വാച്ച് ഐറ്റം. നമുക്ക് ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ ഒരു പ്രേക്ഷകന് കാണിച്ചു കൊടുക്കാൻ, അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നമ്പർ 1 ഐറ്റം അത് തന്നെയാണ് കൽക്കി. കാസ്റ്റിംഗ് ആയാലും മേക്കിംഗ്, മ്യൂസിക് ആയാലും VFX എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ, എല്ലാം കൂടി ഒത്തിണങ്ങി ഒരു ഗംഭീര ഔട്ട്പുട്ട് തന്നെയാണ് പ്രേക്ഷകൻ കിട്ടിയിരിക്കുന്നത്. മസ്റ്റ് വാച്ചായിട്ട് കാണുക. ആക്ടിങ് എടുത്ത് പറയേണ്ടത് അമിതാഭ് ബച്ചൻ്റെ ഒരു കാസ്റ്റിംഗ് പെർഫോമൻസ് മറ്റെല്ലാവരെയും സൈഡാക്കിക്കൊണ്ടാണ് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ് പടത്തിൽ വരുന്നത്. പ്രഭാസും, ദീപിക പദുകോൺ, ശോഭന, ഇവരൊക്കെ അവരുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ അവരെ ഓരോ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരുടെ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ തന്നെ, എന്താ പറയുക, കഥയിൽ എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് അവരുടെ ഇൻപുട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസും കൊടുത്തിട്ടുള്ള ഒരു ഗംഭീര സിനിമ. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുക. തിയേറ്ററിൽ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3D ഉള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. നല്ല 3D എഫക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള കാണാൻ ശ്രമിക്കുക. ഗംഭീര പടം തന്നെയാണ്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അമിതാഭ് ബച്ചൻ. ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം. പ്രഭാസ് അടിപൊളി ഒരു ക്യാരക്ടറിന് ആപ്റ്റായിട്ട് രീതിയിൽ നല്ലൊരു പെർഫോമൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ദീപിക വണ്ടർഫുൾ പെർഫോമൻസ് ആക്ച്വലി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് നമ്മുടെ അന്നാബൻ. മലയാളത്തിൽ നിന്ന് അന്നാബൻ കുറച്ച് നേരം ഉള്ളുവെങ്കിലും അന്നാബൻ്റെ നല്ലൊരു ഹോളിവുഡ് ലെവൽ ആക്ടിങ് എന്ന് പറയാം നമ്മുടെ അന്നാബൻ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഒരുപാട് പരിചയമായ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. കമലഹാസൻ കുറച്ച് സീൻസിലേ ഉള്ളൂ. കാരണം കമലഹാസൻ്റെ ക്യാരക്ടർ അടുത്ത ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് സീക്വൻസിലേക്കുള്ള അതിലാണ് കൂടുതൽ പെർഫോമൻസ് വരുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ പടം നമുക്ക് പുരാണവും സൈഫൈയും ആക്ഷൻസും എല്ലാം മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ എൻവിറോൺമെൻ്റ് ഒരു ബിൽഡപ്പ് കൊണ്ടുവരുന്ന രീതി, അത് ഗംഭീരമായിട്ട് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഫുൾ ആക്ഷൻ തന്നെയാണ്, കൂടുതലും ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഡയലോഗ്സ് ആയാലും എല്ലാവരും വളരെ കുറച്ച് ആക്ഷനാണ്. ഒരു ഇന്ത്യൻ സിനിമ കാണുന്ന ഫീലാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം നമ്മൾ വിദേശ സിനിമകൾ കണ്ട് ശീലിച്ച ആ ഒരു VFX, ആ ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം വളരെ വളരെ നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെ. മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. അത് എടുത്തു പറയേണ്ടത്. നമ്മൾ OTT ഇറങ്ങി ഫോണിൽ കണ്ടാൽ ഈ ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ അടുത്ത പാർട്ടികൾക്കായിട്ട് വെയിറ്റിംഗ് തന്നെയാണെന്ന് പറയാം. എല്ലാവരും പോയി കാണുക. പിന്നെ എടുത്തു പറയേണ്ട 2 ക്യാമിയോ റോൾസ് പ്രഭാസ് ഇന്നലെ തന്നെ അത് സ്ഥിരീകരിച്ച വിഷയമാണ്. ആ 2 ക്യാമിയോ റോൾസും അടിപൊളിയായിരുന്നു. കൂടുതൽ പറഞ്ഞ സ്പോയിലറായി എന്നുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സ്റ്റേ ട്യൂൺഡ്.